ഹലോ, വെൽക്കം ടു സിൻഡ ബൊട്ടി. ഇതേ കണ്ട അടുത്തത് സാരിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ഡോള സിൽക്കാണ് കേട്ടോ. ബേസ് വരുന്നത് ഡോള സിൽക്കാണ്. ഈ ഡോള സിൽക്ക് ക്രഷ് ഡോള സിൽക്കാണ്. ക്രഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചുളിവ് പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അതൊന്നും അത്രയും അങ്ങോട്ട് കാണിക്കൊന്നുമില്ല, എന്നാലും ഒരു മെറ്റീരിയൽ അങ്ങനത്തെയാണ് കേട്ടോ. അതിൽ വന്നിരിക്കുന്നത് പ്രിൻ്റാണ്, ഒരു പാന്തിനി പ്രിന്റ് മോഡലാണ് വന്നിരിക്കുന്നത്. ഇത് പിന്നെ ജക്കാർഡ് വീവിങ്, അതായത് നല്ലൊരു വീവിങ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്കത് കണ്ടിട്ട് ജസ്റ്റ് ലൈക്ക് ബനാറസി വീവിങ് പോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ലൊരു വീവിങ് ആണ്. നമുക്ക് കാണുമ്പോഴുണ്ടല്ലോ നല്ലൊരു പ്യൂർ ലുക്ക് വരുന്ന സാരിയാണ് കേട്ടോ. ഇതെല്ലാം സെമിയാണ് കേട്ടോ വരുന്നത്. നമ്മൾ എത്ര പറയുമ്പോഴും ഇതൊക്കെ ഒരു സെമി മോഡലാണ്, പ്യൂർ അല്ല, ഒന്നും സെമി മോഡലാണ് കേട്ടോ. അത് നിങ്ങൾക്ക് റേറ്റ് ഒക്കെ പറയാൻ പറ്റും. നമുക്ക് പ്യൂർ ഒന്നും ഒരിക്കലും അങ്ങനെ റേറ്റിന് കിട്ടില്ല എന്നുള്ളത് അല്ലേ. ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നതാണ്ട ഇങ്ങനത്തെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പല്ലു പോർഷൻ രണ്ട് സൈഡിലും ഇവിടെ ഇത്രയും വീതിയുള്ള ബോർഡറാണ് വരുന്നത്. ഈ സൈഡിൽ ഇത്രയും വരുന്നതാണ് കേട്ടോ ബോർഡർ വരുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഒത്തിരി ഹൈറ്റ് കുറഞ്ഞവർക്കും കുഴപ്പമില്ല, കൂടിയവർക്കും കുഴപ്പമില്ല. ഈ ബോർഡർ ഇവിടുത്തെ ഒരു ബോർഡർ വിഡ്ത്ത് കുറവാണ് കേട്ടോ കാണാനായിട്ട്. ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. ഇനി ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ. ബ്ലൗസ് പീസ് ഇതാണ്. കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡ് കണ്ടോ, നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലേസിങ് കൊടുക്കുന്ന ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ലുക്ക് കൊടുക്കും. നിങ്ങൾ റെഡാണ്, റെഡല്ല, ഇതൊരു ഓറഞ്ച് റെഡൊക്കെ മിക്സ് ആവുന്ന നല്ലൊരു ഷെയ്ഡാണ്. ഒട്ടും വലിയൊരു ഗ്ലേസിങ്ങും ഇല്ല കാണാനായിട്ട്. അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു കളർ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ കാണാനായിട്ട്. അതെ, കണ്ടില്ലേ, അത്യാവശ്യം നമുക്കൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാം. കാരണം ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ എഡ്ജൊക്കെ ഒന്ന് ടാസിൽ ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ലൊരു സാരിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ വിചാരിക്കേണ്ട പൊന്തി നിൽക്കുമോ അങ്ങനെയൊന്നും. ഡോള സിൽക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒട്ടിച്ചേർന്നെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് പ്യൂർ ഡോള സിൽക്ക് അല്ല, ക്രഷ് ഡോള സിൽക്കാണ്. അപ്പോൾ ക്രഷ് ആകുമ്പോൾ കുറച്ചൊന്ന് ആ ഡോള സിൽക്കിൻ്റെ സിൽക്ക് പോലെ ഒട്ടിക്കിടക്കുന്ന പോലെ ഒട്ടി നിൽക്കില്ല, കുറച്ചൊന്ന് നിൽക്കുന്ന പൊന്തി നിൽക്കണമെന്നല്ല കേട്ടോ. പക്ഷെ അങ്ങനെ നമ്മൾ ഈ ജോർജറ്റ് മെറ്റീരിയലൊക്കെ പോലെ ഒട്ടി ദേഹത്തോട് ഒട്ടി കിടക്കില്ല, അത്ര അങ്ങനെ കിടക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. എന്നാൽ അത്യാവശ്യം ഒന്ന് കുറച്ചൊന്ന് പൊന്തി നിൽക്കണം. നമ്മൾ അത് എടുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്റ്റൈലിൽ നിൽക്കും. ചുളിവ് ഒന്നും അങ്ങനെ വരില്ല. ചില സാരികൾ നമ്മൾ വേറെ ഇത് കുറച്ച് കഴിയുമ്പോൾ ആകെ ചുളിഞ്ഞ പോലെയൊക്കെ വരില്ലേ, അതുപോലത്തെ ചുളിവുകളൊന്നും വരില്ല കേട്ടോ. നല്ല ഭംഗിയിൽ കിടക്കുക വേറെ ഇത് കഴിഞ്ഞാലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ വണ്ണില്ലാത്തവർക്കാണെങ്കിൽ വെച്ചൊന്ന് പൊതി നിൽക്കണ പോലെ, വണ്ണുള്ളവർക്കാണെങ്കിൽ നല്ല സ്റ്റൈലിലൊക്കെ നിൽക്കും കേട്ടോ സാരി. നല്ല സാരിയാണേ. റേറ്റ് വരുന്നത് 1000 ആണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. 1000 റുപ്പീസേ ഉള്ളൂ. നല്ലൊരു സാരിയാണേ. ഇതേക്കണ്ട നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ വേറെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ എടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ ഡബിൾ ലെയറിലാണ് വെച്ചിരിക്കുന്നത്. സിംഗിൾ ലെയർ വരുമ്പോൾ ഞാൻ കാണിച്ചു നേരത്തെ അതെ, ഇത് ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല കേട്ടോ. അതെ, ഇതാണ് സിംഗിൾ ലെയറിൽ വരുന്നത്. കണ്ടില്ലേ, ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. സിംഗിൾ ലെയർ ആകുമ്പോൾ ഒന്നും കൂടെ തിന്നായിട്ട് കണ്ടില്ലേ. ഇത്രയും ഇങ്ങനെ വരുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം ചെറിയൊരു കാര്യങ്ങൾക്കൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റാവുന്ന നല്ലൊരു സാരിയാണ്. നല്ലൊരു പ്രിൻ്റാണ്, വലിയ പ്രിൻ്റ് ഒന്നുമല്ല, അത് സിമ്പിളാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. 1000 രൂപയേ ഉള്ളൂ കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത് കേട്ടോ. 1000 രൂപയാണ്, 1000 റുപ്പീസാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇഷ്ടമുള്ളവർ ഓൺലൈനിൽ കേട്ടോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. വാട്സപ്പ് ത്രൂ ആണ്. എൻ്റെ നമ്പർ വരുന്നത് 8078742380 ആണ് കേട്ടോ. വാട്സപ്പ് ത്രൂ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്താൽ മതിയിട്ട് ഞാനെല്ലാം കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബൈ പോസ്റ്റ് ആയിരിക്കും ഞങ്ങൾ അയക്കണത്. നമ്മുടെ ഇൻസൈഡ് കേരളയാണെങ്കിൽ 3 ദിവസത്തിനൊക്കെ എത്തും കേട്ടോ. പോസ്റ്റ് അയക്കണം ഞാൻ പറഞ്ഞു. കറക്റ്റ് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോസ്റ്റ് അയക്കുന്നത്. DTDC അങ്ങനത്തെ കൊറിയറൊക്കെ ചിലവരൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അവർക്കൊരു ലിമിറ്റഡ് ഏരിയ ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ അവർ നമ്മൾ ചെന്ന് കളക്ട് ചെയ്യാനൊക്കെ പറയുമേ. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അവർ കറക്റ്റ് നമ്മുടെ അഡ്രസ്സ് നോക്കി വീട്ടിലെത്തിക്കല്ലോ. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയൊരു ഗിഫ്റ്റ് എല്ലാവർക്കും, ചെറുതാണേ എന്നാലും അതൊരു ഗിഫ്റ്റായിട്ട് നമുക്കല്ലേ എല്ലാവർക്കും സന്തോഷമല്ലേ. ചെറിയൊരു ഗിഫ്റ്റ് നമ്മളൊരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയിൽ അത് പൊട്ടിക്കുമ്പോൾ ചെറുതാണെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഓഗസ്റ്റ് തൊട്ട് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. കൊറിയറിൻ്റെ ഉള്ളിൽ കേട്ടോ. കൊറിയറാണോ കടയിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആർക്കായാലും എന്ത് വില കുറഞ്ഞ സാധനം പർച്ചേസ് ചെയ്യുന്നതിന് എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഗിഫ്റ്റ്. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്.
അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് ആദ്യമായിട്ടാണ് നമ്മുടെ ഓണമൊക്കെ വരുന്നത്. ഓഗസ്റ്റ് തൊട്ടൊക്കെ ഇങ്ങനെ ഫെസ്റ്റിവൽ സീസൺ സ്റ്റാർട്ട് ചെയ്യണൊക്കെ കേട്ടോ. അപ്പോൾ പൊതുവെ പറഞ്ഞ് ഇപ്പോൾ ജൂലൈ ഒക്കെ ഒരു ഡൽ സീസണാണ് എല്ലാവർക്കും ഒരു അങ്ങനത്തെ ഒരു സീസണാണ്. അപ്പോൾ അടുത്തൊരു മാസം തൊട്ടാണ് അതൊരു ആക്റ്റീവായൊക്കെ വരുന്നത് കേട്ടോ സീസണൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ കണ്ടില്ല, ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ചോട്ടോ, സ്റ്റോക്ക് ചെയ്തോ. കാണുമ്പോൾ കേട്ടോ നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് റെഡാണോ എന്ന് പേടിക്കേണ്ട, ഇതൊരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. കാണാനായിട്ട് റെഡും ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണേ. ഈ ട്രെൻഡ് കളറാണ് കേട്ടോ, ട്രെൻഡിങ് കളറായിട്ട് വരുന്നതാണ്. അതേ കണ്ടോ, ഇത് സ്ലീവ് പോർഷൻ വരും ബ്ലൗസിൻ്റെ കേട്ടോ. അപ്പോൾ സ്ലീവിൽ ഇങ്ങനെ വരുന്ന നല്ലൊരു കണ്ടില്ലേ, ഇതാ സ്ലീവായിട്ട് പോണതാണേ. ബ്ലൗസ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, നല്ലൊരു ഇതാണ് കേട്ടോ കാണാനായിട്ട്. ബ്ലൗസിൻ്റെ ഇത്രയും വിട്ടിലുള്ള സ്ലീവ് പോർഷനിൽ വരുമ്പോഴൊക്കെ നല്ല ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ കേട്ടോ. ആരും മിസ് ചെയ്യേണ്ട സാരി കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു സാരി ചുരിദാറായിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. താങ്ക് യു.